പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഞാനൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലേക്ക് ഒരു പ്രോഗ്രാമിന് പോയതാണ്. അത് വലിയൊരു അഭിഷേകം. ഞാനും ടിജോസിനും കാറിലാണ് പോയതും വന്നതും ഒക്കെ. ശരിക്കും ധാരാളം സമയം പ്രാർത്ഥിക്കാൻ, വചനം പഠിക്കാൻ ഒക്കെയുള്ളൊരു അവസരം. അത് വലിയൊരു ബ്ലെസ്സിങ് ആയി. അതുപോലെ തന്നെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ആ ഒരു യാത്ര തന്നെ ഒരു അഭിഷേകമാക്കി കർത്താവ് മാറ്റി. നമുക്ക് ദീർഘദൂര യാത്രകൾ നമ്മൾ കാറിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാർത്ഥന ബേസ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ജപമാലകൾ എത്ര നമുക്ക് ചൊല്ലണം, സുഹൃദയങ്ങൾ എത്ര ചൊല്ലണം, അതുപോലെ തന്നെ വചനത്തെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ്, അതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു 150 കിലോമീറ്റർ 200 കിലോമീറ്റർ ആകുമ്പോൾ ഒരു കാപ്പി കുടിക്കുക, എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം കുടിച്ചു. അങ്ങനെയൊക്കെ നല്ലൊരു അനോയിന്റിങ്ങിൻ്റെ ട്രിപ്പായിരുന്നു കേട്ടോ. അതൊക്കെ പങ്കുവയ്ക്കണം. നിങ്ങൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയിൽ ചെയ്യാനായിട്ട് ഒരു പരിശീലനം. അത് കയറി വഴി കുറെ സംസാരിച്ചു, പിന്നെ എല്ലാവരും ഉറങ്ങി, അങ്ങനെയല്ല. ശരിക്കും അതൊരു അഭിഷേകമാക്കി മാറ്റുന്ന ഒരു യാത്രയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഹല്ലേലൂയ. പിന്നെ ടിജോച്ചൻ്റെ ഒരു എക്സ്പെർട്ട് ഡ്രൈവറാണെന്ന് അറിയാലോ അല്ലേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 13:16. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. 2 കാര്യങ്ങളാണ്. നന്മ ചെയ്യണം, അതുപോലെ തന്നെ നമ്മളുടെ ശരിക്കും എടുത്ത് കൊടുക്കണം. നമ്മളുടെ ഒരു സംഭവം അത് എടുത്ത് കൊടുക്കാൻ നമ്മൾ ചെയ്യണം. കുട്ടികളെ പരിശീലിപ്പിക്കണം. ചിലപ്പോൾ 2 മിഠായി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിഠായി ആയിരിക്കും. ആ ഒരു മിഠായി നമ്മുടെ അവിടത്തേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് പഠിപ്പിക്കണം. മോനെ ആ മിഠായി കുഞ്ഞിനോട് ഉണ്ണിക്ക് കൊടുക്കാൻ പറഞ്ഞ് കുട്ടിപ്പിക്കണം. അതാണ് പങ്കുവെക്കുന്നതിൽ ഉപേക്ഷ വരുത്തരുത്. അത് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ നോക്കണില്ല, മക്കളെ ഞങ്ങൾ നോക്കണില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുനാൾ പരിശീലിപ്പിക്കാത്തതല്ലേ. അപ്പോൾ ദൈവവചനം വളരെ പ്രധാനം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. അത്തരം ബലികൾ, നന്മ ചെയ്യുന്ന ബലികൾ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നൽകുക. അതൊരു ബലിയായിട്ടാണ് പറയുന്നത്. അത് ഒരു വിഭജിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് മനോഭാവങ്ങളെ കുറെ കൂടി പാകപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ്. അത്തരം ബലിയർപ്പണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിനം വലിയൊരു അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു വെള്ളിയായി മാറട്ടെ. ഒരു ഫാസ്റ്റിംഗ് എടുക്കാനൊന്നും മറന്നേക്കരുത് കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.